എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമന്റ് ചെയ്യാനോ മറുപടി പറയാനോ നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ നീ കഥ പറയുന്നതോ മെസ്സേജ് അയക്കുന്നതോ കമന്റ് ചെയ്യുന്നതോ നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, കൈഫസ് സബീലു ഇലൈകി, എനിക്ക് എങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തന്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിന്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാഹ്. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോയല്ലോ. കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത്. എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട്? എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത്? അന്യാളുകളോട്, അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. മുഅ്മിനീങ്ങളെ ആലോചിക്കും, മുഅ്മിനെ ആലോചിക്കിൻ. ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന്? അതൊക്കെ കോമൺ അല്ല. അതിപ്പോൾ ആരാ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ? ഇല്ലല്ലോ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ ഇബ്നു അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. അയാളൊന്ന് വിളിക്കിൻ. ഇപ്പോ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുകയാണ്, ഇസ്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തന്റെ കൂട്ടുകാർ